ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ കരിനിഴൽ വീണു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. സംഘപരിവാർ ഇഷ്ടങ്ങൾക്ക് ആരെങ്കിലും എതിരായി പ്രവർത്തിച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ അത് രാജ്യദ്രോഹിയായി മാറ്റി നിർത്തപ്പെടുകയാണ്. മാപ്പ് പറഞ്ഞാൽ മാത്രമേ ആ ലേബലിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കൂ. ചിലർ ഒന്ന് പൊരുതി നോക്കും, തീരെ നിവൃത്തി കെട്ടാൽ പിന്നെ മാപ്പ് പറഞ്ഞ് തടിയൂരും. അടുത്തിടെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ മാപ്പ് പറഞ്ഞ പ്രസിദ്ധ സിനിമാ താരം നയൻതാര എഴുതി തയ്യാറാക്കിയ മാപ്പപേക്ഷയുടെ മുകളിൽ രേഖപ്പെടുത്തിയത് ജയ് ശ്രീറാം എന്നാണ്. നയൻതാര എഴുതിയത് ഇങ്ങനെയാണ്: അന്നപൂരണി എന്ന എൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് സമീപകാല സംഭവ വികാസങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് ഈ കുറിപ്പ് എഴുതുന്നത്. അന്നപൂരണി നിങ്ങൾക്ക് മുന്നിലെത്തിച്ചത് വെറുമൊരു സിനിമാ പ്രയത്നം മാത്രമല്ലായിരുന്നു, ചെറുത്തുനിൽപ്പിനെ പ്രചോദിപ്പിക്കാനും ഒരിക്കലും തളരാത്ത മനോഭാവം വളർത്താനുമുള്ള ഹൃദയംഗമമായ അന്വേഷണമായിരുന്നുവെന്നാണ് നയൻതാര പറയുന്നത്. ഹിന്ദുമത വികാരം വ്രണപ്പെടുത്തുന്നു, ഹിന്ദു ദൈവങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നു തുടങ്ങിയ പരാതികൾ വ്യാപകമായ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെയാണ് അന്നപൂരണി ദ ഗോഡ്സ് ഓഫ് ഫുഡ് എന്ന തമിഴ് ചിത്രം ഹിന്ദു ശക്തികളുടെ എതിർപ്പും പോലീസ് കേസും ഭയന്ന് സ്ട്രീമിംഗ് അവസാനിപ്പിച്ചത്. ഡിസംബർ 29 ആരംഭിച്ച ചിത്രത്തിൻ്റെ സ്ട്രീമിംഗ് നെറ്റ്ഫ്ലിക്സ് ജനുവരി 11 അവസാനിപ്പിക്കുകയായിരുന്നു. ചിത്രത്തിൻ്റെ സഹനിർമ്മാതാക്കളായ സി സ്റ്റുഡിയോസ് മാപ്പ് പറഞ്ഞ് പരസ്യ പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. വിവാദങ്ങൾ ആരംഭിച്ച ദിവസങ്ങൾ പിന്നിട്ടതോടെയാണ് നയൻതാര മാപ്പ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതാർക്കെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും നയൻതാര പറയുന്നു. ഒരു നല്ല സന്ദേശം പങ്കിടാനുള്ള ഞങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമത്തിൽ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മുൻപ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും നടി വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കലും ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടല്ല, പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുകയും രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങൾ പതിവായി സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരാളാണ് താനെന്നും നയൻതാര പറയുന്നുണ്ട്. അന്നപൂരണി ദ ഗോഡ്സ് ഓഫ് ഫുഡ് എന്ന തമിഴ് ചിത്രത്തിനെതിരെ പരാതികൾ ഉയർന്നത് തമിഴ്നാട്ടിൽ നിന്നോ ഏതെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നോ ആയിരുന്നില്ല എന്നതായിരുന്നു വസ്തുത. മറിച്ച് മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് ചിത്രത്തിനെതിരെ ഏറെ പരാതി ഉയർന്നു വന്നത്. ഹിന്ദു സേവാ പരിഷത്ത് എന്ന സംഘടനയാണ് മധ്യപ്രദേശിലെ ജബൽപൂരിലുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. നയൻതാര, സംവിധായകൻ നീലേഷ് കൃഷ്ണ, നിർമ്മാതാക്കളായ ജിതിൻ സേത്തി, ആർ രവീന്ദ്രൻ, നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ കണ്ടന്റ് ഹെഡ് മോണിക്ക ഷെർഗിൽ എന്നിവരെ പ്രതികളാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പരാതി. പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതാണ്. സാമൂഹിക അന്തരീക്ഷം തകർക്കുക, വിവിധ വിഭാഗങ്ങൾക്കിടയിൽ മതത്തിൻ്റെ പേരിൽ ശത്രുതയുണ്ടാക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ച് IPC സെക്ഷൻ 153A പ്രകാരമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. FIRൽ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ചിത്രം സനാതനധർമ്മത്തെ അപമാനിക്കുകയും ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നും അടിവരയിട്ട് പറയുന്നുണ്ട്.